ഒരിക്കലൊരിടത്ത് ഒരു വലിയ കൊട്ടാരത്തിൽ ഒരു റാണി ഉണ്ടായിരുന്നു. നല്ല സ്നോ പെയ്യുന്ന ഒരു ഈവനിങ് റാണി ആ സ്നോൻ്റെ ഭംഗി കണ്ട് ആഗ്രഹിച്ചു, എനിക്കും ഒരു ബേബി ഗേൾ വേണം, ആ ബേബി ഗേൾ സ്നോൻ്റെ നിറമായിരിക്കണം എന്ന്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ക്വീൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു ഭംഗിയുള്ള ഒരു ബേബി ഗേൾ ജനിച്ചു. അവൾക്ക് സ്നോൻ്റെ നിറമായിരുന്നു. അതുകൊണ്ട് ക്വീൻ അവൾക്ക് സ്നോ വൈറ്റ് എന്ന് പേരിട്ട് അപ്പോൾ തന്നെ മരിച്ചുപോയി. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ക്വീൻ വേറെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അവൾ ഒരു ദേഷ്യക്കാരിയും അഹങ്കാരിയുമായിട്ടുള്ള ഒരു ലേഡിയായിരുന്നു. ഈ ലോകത്തിൽ അവളേക്കാൾ ഭംഗിയായിട്ടുള്ള ആരും ഉണ്ടാവാൻ പാടില്ല എന്നായിരുന്നു അവളുടെ ആഗ്രഹം. ആ റാണീൻ്റെ അടുത്ത് ഒരു മാജിക്കൽ മിറർ വാൾ ഉണ്ടായിരുന്നു. എന്നും രാവിലെ എണീച്ച് ആ മാജിക് വാളിനോട് ചോദിക്കും, ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ത്രീ ആരാണെന്ന്. അപ്പോൾ മിറർ വാൾ വന്ന് പറയും, ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ത്രീ അത് ക്വീൻ ആണെന്ന്. അത് കേട്ട് അവൾ ഒരുപാട് സന്തോഷിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയി. സ്നോ വൈറ്റ് വളർന്ന് ഒരു സുന്ദരിയായ പെൺകുട്ടിയായി മാറി. 17 വയസ്സ് പ്രായമായി. അങ്ങനെ ഒരു ദിവസം ക്വീൻ മാജിക്കൽ മിറർ വാളിൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ത്രീ ആരാണെന്ന്. ആ മാജിക് മിറർ വാൾ പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ത്രീ അത് സ്നോ വൈറ്റ് ആണെന്ന്. അത് കേട്ടതും റാണി ദേഷ്യം കൊണ്ട് വിറച്ചു. ഈ ലോകത്ത് തന്നേക്കാൾ ഭംഗിയുള്ളതായി ആരും ഉണ്ടാവാൻ പാടില്ല എന്നായിരുന്നു ക്വീൻ്റെ ആഗ്രഹം. അങ്ങനെ സ്നോ വൈറ്റിനെ കണ്ടപ്പോൾ അവൾക്ക് അസൂയയും ദേഷ്യവും തോന്നി. അവൾ സ്നോ വൈറ്റിനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് ദേഷ്യത്തോടെ ഓർത്തു. അങ്ങനെ അവൾ സ്നോ വൈറ്റിനെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അങ്ങനെ റാണി ഒരു ഹൺമാനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്നോ വൈറ്റിനെ ഒരു കാട്ടിൽ കൊണ്ടുപോയിട്ട് കൊല്ലാൻ. റാണി പറഞ്ഞതനുസരിച്ച് ഹൺമാൻ സ്നോ വൈറ്റിനെ കൊണ്ട് കാട്ടിലേക്ക് കൊല്ലാൻ പോവുകയായിരുന്നു. പക്ഷേ സ്നോ വൈറ്റിന് തന്നെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. അവൾ കാടുകളുടെ ഭംഗിയും കിളികളുടെ ശബ്ദവും ആസ്വദിച്ച് നടന്നുകൊണ്ടിരുന്നു. കാടിൻ്റെ നടുവിലെത്തിയപ്പോൾ ഹൺമാൻ സ്നോ വൈറ്റിനെ കൊല്ലാനായി വാളെടുത്ത് വീശി.